നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ 7ാം റാങ്ക് നേടിയ GP നന്ദനയ്ക്ക് മാതൃസ്കൂളായ വാളകം ഹയർ സെക്കൻഡറി സ്കൂൾ ആഡിറ്റോറിയത്തിൽ എത്തിച്ചേരുമ്പോൾ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ അവർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഈ അനുമോദന സമ്മേളനത്തിലേക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംസാരിക്കുന്നു. ഈ അനുമോദന സമ്മേളനത്തിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സജീവ സാന്നിധ്യം വാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ്. പൊതുവിദ്യാലയമായ വാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ LKG തലം മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച് ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ 47ാം റാങ്കും സംസ്ഥാന തലത്തിൽ 2ാം റാങ്കും നേടിയ കുമാരി GP നന്ദനയ്ക്ക് മാതൃവിദ്യാലയത്തിന്റെ സ്നേഹാദരം. സ്കൂൾ മാനേജ്മെന്റ്, പൂർവ്വ അധ്യാപകർ, ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക, അനധ്യാപകർ, നല്ലവരായ നാട്ടുകാർ എന്നിവർ ചേർന്നൊരുക്കുന്ന അനുമോദന സമ്മേളന ഘോഷയാത്രയാണ് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. ഈ ഘോഷയാത്ര വാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുമ്പോൾ അനുമോദന സമ്മേളനത്തിൽ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംസാരിക്കുന്നു. ഈ അനുമോദന സമ്മേളനത്തിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സജീവമായ സാന്നിധ്യം വാളകം RVHS ഓഡിറ്റോറിയത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ്. ഘോഷയാത്ര അല്പസമയത്തിനകം സമ്മേളന നഗരിയായ വാളകം രാമവിലാസം എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സജീവ സാന്നിധ്യം സ്വാഗതം ക്ഷണിക്കുന്നു. നമ്മളെ അങ്കിളിൻ്റെ എത്തിരങ്ങോട്ട്
നമ്മുടെ ഈ അനുമോദന സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഏറ്റവും ഫ്രണ്ട് റോയില് രക്ഷകർത്താക്കള്, അതിന് തൊട്ട് ഇതില് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികളായിരിക്കണം. UP LP തലത്തിലുള്ള വിദ്യാർത്ഥികൾ ഈ ബിൽഡിംഗിന്റെ രണ്ട് സൈഡുകളിലേക്ക് മാറുക. അവരോടൊപ്പം അതാത് ക്ലാസ് ടീച്ചേഴ്സും അവരോടൊപ്പം നിൽക്കുക. ശബ്ദം ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. നമ്മുടെ യൂണിഫോം ഓർഗനൈസേഷൻ ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസുകളും ഈ കസേരകളിൽ ഇരിക്കുക. സ്കൗട്ട്, ഗൈഡ്, NCC മുതലായവർ ഏറ്റവും ഫ്രണ്ട് റോയിലേക്ക് വരിക. സ്കൗട്ട്, യൂണിഫോംഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, സ്റ്റുഡൻസ് ഓർഗനൈസേഷൻസ് എല്ലാം ഈ കസേര ഇട്ടിരിക്കുന്ന ഫ്രണ്ട് റോയിലേക്ക് വരിക. NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, റെഡ് ക്രോസ് മുതലായിട്ടുള്ള ഓർഗനൈസേഷൻസ്.
ടീച്ചേഴ്സ് ട്രെയിനേഴ്സ് ആയിട്ടുള്ള BEdന്റെയും TTCയുടെയും സ്റ്റുഡൻസ് ഏറ്റവും ഫ്രണ്ടിലേക്ക് വരിക, യൂണിഫോംഡ് ആയിട്ടുള്ളവർ. ഒരേ യൂണിഫോം ഉള്ളവര് ഒരേ രീതിയിൽ അടുത്തടുത്തിരിക്കുക. MPT എന്നതാണ് ഒഴിഞ്ഞ കസേരയിൽ ഇരിക്കുന്നുണ്ടല്ലോ. MPT എന്നത് ശ്രദ്ധിക്കുക. കുറച്ച് ബെഞ്ചുകളുടെ ക്ലാസ്സുകളിൽ നിന്നും പറക്കി ബാക്കിലേക്ക് ഇടുക. കുറെ ബെഞ്ചുകളുടെ ബാക്കിലേക്ക് പറക്കിയിടുക. നമ്മൾ ഈ ചെയർ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എടുത്തോണ്ട് പോയി മൂലയിലോട്ട് പോയി ഇരിക്കരുത്. ഒരു ഓഡിയൻസിന്റെ ആ ഒരു ഇത് നമ്മൾ കീപ്പ് ചെയ്യണം. NCC കാഡറ്റ്സ് ശ്രദ്ധിക്കുക. ക്ലാസ്സിൽ നിന്നും ബെഞ്ചുകൾ, മാക്സിമം ബെഞ്ചുകൾ ഗ്രൗണ്ടിലേക്ക് ഇടുക. ഹലോ പൊതുവിദ്യാലയത്തിന്റെ കരുത്ത്, ഈ നാടിന്റെ അഭിമാനം, ഈ ദേശത്തിന്റെ അഭിമാനം, RVVHSSന്റെ പ്രിയപുത്രി നന്ദന GP സിവിൽ സർവീസ് പരീക്ഷയില് ദേശീയ തലത്തില് 47ാം റാങ്കും സംസ്ഥാന തലത്തില് 2ാം റാങ്കും നേടി ഈ പൊതുവിദ്യാലയത്തിലേക്ക്, ഈ മാതൃകാ വിദ്യാലയത്തിലേക്ക് GP നന്ദനയെ സ്വാഗതം ചെയ്യുകയാണ്.
സ്ഥാപനത്തിന്റെ 80 വർഷത്തെ പാരമ്പര്യത്തിന്റെ പേരിൽ നിലനിൽക്കുന്ന രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയ വിദ്യാർത്ഥിനി, പൊതുവിദ്യാലയത്തിന്റെ കരുത്ത്, ഈ നാടിന്റെ അഭിമാനം, ഈ ദേശത്തിന്റെ അഭിമാനം, രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയ പുത്രി നന്ദന GP IAS സിവിൽ സർവീസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ 47ാം റാങ്ക് നേടി, സംസ്ഥാന തലത്തില് 2ാം റാങ്ക് നേടി ഈ രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന സ്ഥാപനത്തെ ഏറ്റവും ഉത്തമ സംഘത്തിലേക്ക് നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട പുത്രി RVHSന്റെ മകൾ ശ്രീ നന്ദന GP IAS ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാറിന് മുഖത്ത് മതി. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷനായി PTA പ്രസിഡന്റ് ശ്രീ MP ഗോപകുമാർ അവരെ ക്ഷണിച്ചിരുന്നു. നമ്മുടെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ കുമാരി GP നന്ദനയ്ക്ക് മാതൃവിദ്യാലയത്തിന്റെ സ്നേഹാദരം നൽകുന്ന ഈ ചടങ്ങ് ആരംഭിക്കുകയായി. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നു. ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നതിനായി കുമാരി ഭാഗ്യലക്ഷ്മിയെ സാദരം ക്ഷണിക്കുന്നു. കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തിയണയണമേ. ആ അടുത്തതായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി വാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഥമ അധ്യാപകൻ ശ്രീ സുനിൽ P. ശേഖർ അവരെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് MP ഗോപകുമാർ ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും നന്ദനെ ആദരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KV ഗണേഷ് കുമാർ അവർ ആശംസ അർപ്പിക്കുന്ന വാളകം വാർഡ് മെമ്പർ ശ്രീമതി പ്രസന്നകുമാരി അമ്മ, അതുപോലെ തന്നെ ഉമ്മന്നൂർ പഞ്ചായത്തിലെ വാളകം വാർഡ് മെമ്പർ ശ്രീമതി അജിതകുമാരി, പ്രിൻസിപ്പൽ ഇൻചാർജ് VHSC ശ്രീമതി ശാലിനികുമാരി S, RVHS അലുമിനി പ്രസിഡന്റ് ശ്രീ ആലുകുള പ്രസാദ്, സ്റ്റാഫ് സെക്രട്ടറി R. രമേശ് കുമാർ, രേഖപ്പെടുത്തുന്ന ശ്രീ ജേക്കബ് ജോർജ്, ഈശ്വര പ്രാർത്ഥന ചൊല്ലിയ ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ നന്ദന GP, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, PTA, MPTA അംഗങ്ങളെ, പ്രിയ കുട്ടികളെ, നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ത് എന്ന് ഒരിക്കൽ കൂടി കാലം തെളിയിച്ച ഒരവസരമാണ് ഇത്. ഈ സ്കൂളില് LKG മുതൽ 10ാം ക്ലാസ്സിൽ വരെ ഇവിടെ പഠിക്കുകയും അതിനുശേഷം കൊട്ടാരക്കര ബോയ്സിൽ
ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തുകയും തുടർന്ന് തിരുവനന്തപുരം മാറിവാനൂസിൽ ഡിഗ്രിക്ക് ചേരുകയും അതിനുശേഷം ദേശീയ തലത്തില് 47ാം റാങ്കും കേരളത്തില് 2ാം റാങ്കും നേടിയ ഞങ്ങളുടെ അഭിമാന താരം കൂടിയായ ശ്രീമതി നന്ദന ജിപിക്ക് അനുമോദന ചടങ്ങ് കൂടുതൽ സ്വാഗതം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആദരണീയനായ ഞങ്ങളുടെ മാനേജർ കൂടിയായ ശ്രീ ഗണേഷ് സാറിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ഇന്ന് ഇവിടുത്തെ ഈ വേദിയിലെ വിശിഷ്ട താരം കൂടിയായ നന്ദന ജി പി ആണ്. കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ നന്ദന ജി പിയെ RVHS കുടുംബത്തിന്റെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ MP ഗോപകുമാർ അവർ എല്ലാ കാര്യത്തിനും ഞങ്ങളോടൊത്ത് എല്ലാ പ്രവർത്തികൾക്കും നേതൃത്വം നൽകി വരുന്ന അദ്ദേഹത്തെയും സ്കൂളിന്റെ പേരിൽ ഈ ചടങ്ങിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള വാർഡ് മെമ്പർ പ്രസന്നകുമാരിയമ്മ അവർകളാണ് എല്ലാ കാര്യത്തിനും എപ്പോഴായാലും ശരി ഒരു ഫോൺ വിളി കൊണ്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രസന്നകുമാരിയമ്മ അവർകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് PTA അംഗവും ഇവിടുത്തെ രക്ഷകർത്താവ് കൂടിയായ വാളകം വാർഡ് മെമ്പർ അജിതകുമാരി അവർകളാണ്. എല്ലാ കാര്യത്തിനും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട്. അജിതകുമാരി അവർകളെയും സ്വാഗതം ചെയ്യുന്നു. അടുത്ത VHSയുടെ പ്രിൻസിപ്പൽ ഇൻചാർജ് ശാലിനികുമാരി അവർകളാണ്. അവരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഇവിടുത്തെ അലൂമിനി പ്രസിഡന്റ് ശ്രീ ആലുള പ്രസാദ് കുമാർ ഫോണിലൂടെ നിരന്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും എന്ത് കാര്യമുണ്ടെങ്കിലും ആവശ്യപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കാര്യത്തിനും പോസിറ്റീവായി ചിന്തിക്കുകയും ആ സഹായ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ആലുള പ്രസാദ് കുമാർ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അടുത്ത സ്റ്റാഫ് സെക്രട്ടറി രമേഷ് കുമാർ, പ്രോഗ്രാം കൺവീനർ ജേക്കബ് ജോർജ് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഒട്ടനവധി രക്ഷകർത്താക്കൾ എത്തിയിട്ടുണ്ട്. ആ രക്ഷകർത്താക്കളെയും അതുപോലെ തന്നെ TTIയിലെ കുട്ടികള്, D.Edലെ കുട്ടികള്, കൂടാതെ വിട്ടുപോയ ഒരു കേസുണ്ട്. നമ്മുടെ RVTTയിലെ പ്രിൻസിപ്പൽ ശ്രീ സിനി ടീച്ചറിനെ ഏറെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. മറ്റു കുട്ടികള്, രക്ഷകർത്താക്കള്, PTA എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ അനുമോദന സമ്മേളനത്തിന്റെ ധന്യമുഹൂർത്തത്തിലേക്ക് ഭദ്രദീപം കൊടുക്കുന്നതിനായി നമ്മുടെ വിശിഷ്ടാതിഥി സംസ്ഥാന ഗതാഗത മന്ത്രി കൂടിയായ ശ്രീ KP ഗണേഷ് കുമാർ സാറിനെയും ഒപ്പം മറ്റു വ്യക്തിത്വങ്ങളെയും ക്ഷണിക്കുന്നു. അടുത്തതായി ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഗണേഷ് സാറിനെ സാദരം ക്ഷണിക്കുക. അധ്യക്ഷൻ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ MP ഗോപകുമാർ അവർ, സ്വാഗതം ആശംസിച്ച ഹെഡ് മാസ്റ്റർ ശ്രീ സുനിൽ P. ശേഖർ സാർ, ശ്രീമതി പ്രസന്നകുമാരി അമ്മ വാർഡ് മെമ്പർ, ശ്രീമതി അജിതകുമാരി വാർഡ് മെമ്പർ, ശ്രീമതി ശാലിനി കുമാരി S പ്രിൻസിപ്പൽ ഇൻചാർജ് RVHS, ആലുള പ്രസാദ് RVHSന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് ശ്രീ രമേഷ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി, ശ്രീ ജേക്കബ് ജോർജ് പ്രോഗ്രാം കൺവീനർ,
ഈ വേദിയിലും സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളെ, അധ്യാപികമാർ, അനധ്യാപക സ്റ്റാഫംഗങ്ങൾ, പ്രിയമുള്ള നാട്ടുകാരെ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ അതിഥിയായല്ല, നമ്മളിലൊരാളായി, നമ്മുടെ കുഞ്ഞായി ഇന്ത്യയിലെ ഏറ്റവും അഭിമാനകരമായ ഇന്ത്യൻ സിവിൽ സർവീസിൽ 47ാമത് റാങ്ക് വാങ്ങി, കേരളത്തിൽ തന്നെ 2ാമത് റാങ്ക് വാങ്ങി, നമുക്ക് നാടിനും സ്കൂളിനും നാട്ടുകാർക്കും എല്ലാം അഭിമാനമായി മാതൃകയായി മാറിയ കുമാരി നന്ദന GP. പ്രിയമുള്ളവരെ, നമ്മളിതൊരു ഉദ്ഘാടന സമ്മേളനമാണ്, ഇത് അനുമോദന സമ്മേളനമാണ്. ഞാൻ അനുമോദിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ 12 വർഷം, LKG മുതൽ 12 വർഷം അച്ഛനോടൊപ്പം കൈപിടിച്ചു വന്ന്, നമുക്കറിയാം നന്ദനയുടെ അച്ഛൻ ഈ സ്കൂളിലെ അധ്യാപകനാണ്, വളരെ വർഷങ്ങളായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ഈ സ്കൂളിലേക്ക് കുഞ്ഞായി വന്നു ഇന്ന് ലോകശ്രദ്ധ നേടുന്ന ഒരു വിജയം പഠനം കൊണ്ട് മാത്രം കൈവരിച്ച മിടുമിടുക്കിയായ നന്ദനെ ആദ്യം തന്നെ സ്നേഹപൂർവ്വം ഞാൻ ഒറ്റ വാക്കിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഒരു കുഞ്ഞിന്, നമ്മുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞിന് ഇത്ര വലിയൊരു സമ്മാനം, ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് അതാരും വെച്ച് നീട്ടിയതല്ല, സ്വന്തം കഠിനാധ്വാനം കൊണ്ട്, പഠിക്കാനുള്ള മികവ് കൊണ്ട്, കാര്യപ്രാപ്തി കൊണ്ട് നേടിയെടുത്ത ഒരു വിജയമാണ്. പണ്ടൊക്കെ IAS പരീക്ഷ കിട്ടണമെങ്കിൽ കുറച്ച് ജനറൽ നോളജ് അറിഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. IAS പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ഒരു സബ്ജക്റ്റ്, നമുക്കറിയാവുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഒരു വിഷയം, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോ ഇസ്രായേലും ഇറാഖും തമ്മിൽ വാർ നടക്കണം, റഷ്യയും ഉക്രൈനും തമ്മിൽ വാർ നടക്കണം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് ചോദ്യം. അല്ലാതെ നമ്മൾ പഠിച്ചുകൊണ്ട് വന്ന കാര്യമല്ല. അവിടെ ചെല്ലുമ്പോൾ ഒരു സബ്ജക്ട് പറയും, ഈ ഒരു വിഷയത്തിൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു, അതിനകത്ത് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാൻ പോകുന്നത്. അത് അവിടെ കൃത്യമായി പ്രസന്റ് ചെയ്യുന്നിടത്താണ് വിജയം. പണ്ടങ്ങനെയല്ല. നിങ്ങളുടെ പേരെന്താണ്, നമ്മൾ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള എന്താണ്, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ടൈയൊക്കെ കെട്ടിയിട്ട് വരിക, ഇരിക്കുക, അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, എവിടെ പഠിച്ചു, ഭൂമി ഉള്ളതാണെന്ന് കണ്ടുപിടിച്ചതാര്, സൂക്ഷ്മദർശിനി കണ്ടുപിടിച്ചതാര് എന്നുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അല്ല. ഒരു സബ്ജക്റ്റ് കൊടുക്കുകയാണ്. അപ്പൊ ഉദാഹരണത്തിന് പറയാം, ഇപ്പം തായ്ലൻഡിൽ തൈവാൻ അമേരിക്ക ചൈനയുടെ ഭാഗമാണെന്ന് ചൈന പറയുന്നു, അല്ലെന്ന് അവരും പറയുന്നത്. എന്താ അഭിപ്രായം എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു. അപ്പൊ ചെറിയ അറിവ് പോരാ, വളരെ ഒരു പരന്ന വായന കൊണ്ട് നേടുന്ന അറിവുണ്ട്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സാമൂഹിക, നമ്മുടെ ലോകം, ഈ കേരളത്തിൽ മാത്രമല്ല ഈ ലോകത്തെ, ഈ ഭൂപടം എടുത്ത് നോക്കിയാൽ ആ ഭൂപടത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ സിവിൽ സർവീസ് പരീക്ഷ കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളെ ഒരു മിടുക്കിയായ കുട്ടി അതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് സിവിൽ സർവീസ് പരീക്ഷയിൽ ഇന്ത്യയിൽ 47ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കുഞ്ഞുങ്ങൾ നനയുന്നെങ്കിൽ സൈഡിലോട്ട് മാറി നിന്നാലും മതി, മക്കള് നനയണ്ട. സ്കൂളിന്റെ വരാന്തയിലോട്ട് കയറിയിരിക്കാം കേട്ടോ, നമ്മളവിടെ നനയണ്ട. ടീച്ചേഴ്സ് മാറി നിന്നോട് കുഴപ്പമില്ല, നിങ്ങൾ അവിടെ നിന്ന് കേൾക്കാം. നമുക്കത് നനഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ, ഒരു നാട്ടിൽ ഒരുപാട് പനിയുള്ള സമയം. ആ ക്ലാസ് മുറിയുടെ വരാന്തയിലും അതിന്റെ മുകളിൽ നിൽക്കാം. വരാന്തയിൽ നിൽക്കാനുള്ളൂ. ബാക്കിൽ കാണുന്ന ക്ലാസ് മുറിയുടെ വരാന്തയിലും ആൺകുട്ടികൾക്ക് കയറി നിൽക്കാം. മഴ മാറുമ്പോൾ തിരിച്ചു വന്നാൽ മതി. അപ്പൊ നമുക്കൊരു അഭിമാനമാണ്, അത്രയും നല്ല കഴിവുള്ള ഒരു കുഞ്ഞ് നമ്മുടെ സ്കൂളിൽ പഠിച്ചു, അവൾ മിടുക്കിയായി. ഇന്ത്യയിലെ 47ാമത്തെ റാങ്ക് എന്ന് പറയുന്നത് ചെറിയ റാങ്ക് അല്ല. കാരണം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മിടുമിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികൾ മത്സരിച്ചിരുന്ന ഒരു പരീക്ഷയാണ്. അതിൽ എഴുത്ത് പരീക്ഷ കൊണ്ട് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് ഉള്ള നല്ല അറിവ്, ആ നല്ല അറിവ് ഉള്ളത് കൊണ്ടാണ്. മഴ മാറുമ്പോൾ തിരിച്ചു വരണേ, മഴ മാറിയിട്ടുണ്ട്. അപ്പോ ആ ഒരു നല്ല അറിവ് നേടിക്കൊണ്ടാണ് നന്ദന ഈ ഒരു മികവ് നേടിയത്. ആ നന്ദനയ്ക്ക് മാത്രമല്ല, നന്ദനയുടെ അച്ഛന് മാത്രമല്ല, അമ്മയ്ക്ക് മാത്രമല്ല, ഈ സ്കൂളിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും, അധ്യാപകർക്കും, അവർ രക്ഷിതാക്കൾക്കും ഏറ്റവും അധികം ആഹ്ലാദം പകരുന്ന ഒരു സംഭവമാണ്. നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ 2ാമത്തെ റാങ്കിലെത്തി, ഇന്ത്യയിൽ തന്നെ 47ാമത് റാങ്കിലെത്തി എന്ന് പറയുമ്പോൾ ഏറ്റവും അഭിമാനിക്കണം. കാരണം നമ്മുടെ ഗ്രാമപ്രദേശത്ത് വളർന്ന ഒരു കുട്ടിയാണ്. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ മുഹൂർത്തം ഏറ്റവും സന്തോഷമുള്ളതായിരിക്കും. താൻ 12 വർഷം പഠിച്ച, തന്നെ പഠിപ്പിച്ച അധ്യാപകരോടൊപ്പം
ആ ഒരു സ്കൂളിന്റെ ഒരു അങ്കണത്തിൽ ഇത്തരത്തിലൊരു വരവേൽപ്പ് നൽകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നതാണ്. കാരണം മനുഷ്യന് ഏറ്റവും സന്തോഷം തോന്നുന്ന സമയങ്ങളിൽ നാട്ടുകാർ നൽകും, നമ്മൾ താമസിക്കുന്ന വീടിന് ചുറ്റുമുള്ള നാട്ടുകാർ നൽകുന്ന സ്വീകരണവും, ആ സ്വീകരണവും അത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വളർന്ന സ്കൂൾ നൽകുന്ന ഒരു സ്വീകരണമുണ്ട്. പഴയ ഓർമ്മകൾ പലതും അപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൂടി. അതാണ് ഏറ്റവും സന്തോഷമുള്ള. ഇത് തിരുവനന്തപുരത്ത് ഒരു സ്വീകരണം നൽകുന്നതിനേക്കാൾ വലിയൊരു സന്തോഷമായിരിക്കും ഒരു പക്ഷേ നന്ദനയ്ക്ക് ഈ നാട്ടിലും മൈക്കിൽ നൽകിയ സ്വീകരണം, അതുപോലെ ഈ സ്കൂളിൽ നൽകുന്ന സ്വീകരണം. ഇതൊക്കെ ഹൃദയത്തിൽ എന്നും പതിഞ്ഞിരിക്കേണ്ടത് ഒന്നാണ്. പക്ഷെ ഞാൻ എൻ്റെ മകളെ പോലെ ഒരു കുട്ടി എന്ന ഞാൻ ചില കാര്യങ്ങൾ, ഞാനൊരു മന്ത്രിയാണ്, ഞാൻ കേരളത്തിൽ പല പ്രാവശ്യം മന്ത്രിയായിട്ടുണ്ട്. ഭരണയന്ത്രത്തിന്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കാൻ MLA അല്ലെങ്കിൽ മന്ത്രി എന്ന എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ കൊച്ചു മോളോട് ചില ഉപദേശങ്ങൾ കൊടുക്കാനുണ്ട്. ഞാൻ ഇതുപോലുള്ള പല സ്വീകരണങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. സ്വീകരണത്തിൽ പങ്കെടുത്ത കുട്ടികൾ പിന്നീട് കേരളത്തിൽ തന്നെ IAS ആയി വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ പങ്കെടുത്ത സ്വീകരണത്തിൽ പങ്കെടുത്ത ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ IAS കിട്ടുന്ന ആദ്യത്തെ ആളല്ല, പലർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൊതുവിൽ സമൂഹത്തിൽ കണ്ടിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയില്ല. IAS തലത്തിൽ ഒരുപാട് ചെറുപ്പക്കാരെ കടന്നു വരുന്നുണ്ട്. വളരെ അപൂർവം IASകാർക്ക് മാത്രമേ, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും, താൻ ചെയ്യുന്ന ജോലിയിൽ മികച്ച വ്യക്തിയാകണം എന്ന ചിന്ത, അതിനെ തന്റെ കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കണം എന്ന ചിന്ത, ആ ചിന്തയുള്ളവർ കുറഞ്ഞിരിക്കുന്നു എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പഴയകാല IAS ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ഈ ഭരണചക്രം ചലിപ്പിച്ചത് അവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരാൾ തന്റെ മുമ്പിൽ വന്നാൽ ആ കാര്യം സാധിച്ചു കൊടുക്കണം, അത് നടത്തണം. ഈ വിഷയം ഒരു പ്രൊജക്ട് വന്നു, ആ പ്രൊജക്ട് പൂർത്തീകരിക്കണം. എന്റെ കാലത്ത്, ഞാൻ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ എന്റെ കാലത്ത് എത്രയും വേഗം അത് പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ളതായി തീർക്കണം എന്ന് ചിന്തിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാരെ ധാരാളം കണ്ടിട്ടുണ്ട്. ഒരുപാട് പറയാം. ഞാൻ ഈ അടുത്ത കാലത്ത് റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറിയാണ് ശ്രീ വേണു. ഞാൻ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒരു സാധാരണക്കാരൻ പറയുന്ന ഒരു സങ്കടം ഉൾക്കൊള്ളാനും, വേണുവിനെ ഞാൻ എടുത്തു പറയാം, ഡോക്ടർ വേണു എന്ന IAS ഉദ്യോഗസ്ഥൻ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറി കഴിയുമ്പോൾ ഞാൻ നിയമസഭ പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അപ്പൊ പലരും പരാതികൾ വരും, പട്ടയം കിട്ടുന്നില്ല, വീടിനൊക്കെ കരമടയ്ക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. ഈ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ പറയും, ഇത് പരിഹരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് സാർ, എന്റെ അടുത്ത് വന്നോട്ടെ, ഞാൻ നാളെ തന്നെ ഇത് ചെയ്തു കൊടുക്കാം. അത് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു സാധാരണക്കാരായ ആളിനെ നാളെ എന്റെ അടുത്തേക്ക് വന്നോളൂ, ഞാൻ നാളെ തന്നെ നിങ്ങൾക്കിത് നേരിട്ട് ചെയ്ത്, അദ്ദേഹത്തിന് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സാധുക്കളെ സഹായിക്കുന്നത് എനിക്ക് നേരിട്ട് കാണാൻ കഴിയുന്നു. എനിക്ക് നന്ദനോട് പറയാനുള്ള, സിനിമയിൽ കാണുന്ന കിങ് സിനിമയിൽ കാണുന്ന കളക്ടറൊന്നും ആയില്ലെങ്കിലും മനുഷ്യരോട് അല്പം അനുകമ്പ കാണിക്കുന്ന ഒരു കളക്ടറായിരിക്കണം. ഇത് നമ്മളെന്ന് പറയാം, നിങ്ങൾ ഭരണയന്ത്രത്തിന് കാണും, ഒരു മന്ത്രിയോ MLA കുറെ നാൾ ഇരുന്ന് തന്നെ പോകും. പക്ഷെ ഒരു IAS ഉദ്യോഗസ്ഥനായി വരുമ്പോൾ, റിട്ടയർ ചെയ്യുന്നവരെയും വേണ്ട 60 വയസ്സ് വരെ ഈ സർവീസിലുണ്ട്. ആ സർവീസിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും, നിങ്ങളൊരു തുടർച്ചയാണ്. മാറി മാറി വരുന്ന സർക്കാരുകളെ സഹായിച്ചുകൊണ്ട് കൂടെ നിൽക്കേണ്ട ഈ ഭരണയന്ത്രത്തിന്റെ ഒരു തുടർച്ചയുള്ള ഒരു മിഷനാണ്. ആ മിഷന്റെ ഭാഗമാണ്, പ്രധാനപ്പെട്ട ഒരു മിഷന്റെ ഭാഗമാണ്. അതൊക്കെ ഒരാളിനെ ഒന്നില്ലെങ്കിൽ റണ്ണിയില്ല. പല ആളുകളും ഞാനിപ്പോ കണ്ടിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അത് IASകാർക്ക് മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, എന്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. ഒരു നല്ല ശീലമാണ്. ഇവിടെ TTC പഠിക്കുന്ന കുട്ടികളുണ്ട്, B.Ed പഠിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങളടുത്തും പറയാൻ നമ്മളെ കാര്യമൊക്കെ നടന്ന ശേഷം പിള്ളേരെ പഠിപ്പിക്കാം എന്നൊരു ചിന്ത പാടില്ല. ഞാൻ ഉദാഹരണമായിട്ട് പറയാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയില്ല, ഞാൻ പഠിക്കുന്ന കുട്ടി, ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ 30 കുട്ടിയുണ്ടെങ്കിൽ ഈ 30 കുട്ടികളും മികച്ച വിജയം നേടണം എന്ന് ചിന്തിക്കുന്നവരായി നമ്മൾ ജീവിക്കണം. ഏത് പ്രവർത്തിയിലും. ഇപ്പൊ ഞാനൊരു സിനിമാ നടനായിരുന്നു, ഞാനൊരു MLA ആയി, ഞാൻ എന്റെ നാട്ടിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് മനസ്സിലാക്കി അത് എത്തിച്ചു കൊടുക്കുകയാണ് എന്റെ ജോലി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു മന്ത്രിയായിട്ട് വന്നു. അപ്പൊ എന്താണ്, എന്നെ സംബന്ധിച്ച് ഏറ്റവും തകർന്ന ഒരു വകുപ്പാണ് കിട്ടിയത്. ആ വകുപ്പിനെ എങ്ങനെ ജീവൻ വെപ്പിച്ചെടുക്കാം, അവിടെ എന്തൊക്കെ ചെയ്യാം എന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ കാണും. അയാൾ പറയും, സാറേ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. അല്ലെങ്കിൽ കേസാണെങ്കിൽ ഒരു ഡ്രൈവറോ കണ്ടക്ടറോ നമ്മളോട് പറയും, സാറേ ഇങ്ങനൊരു കാര്യം ചെയ്താൽ നന്നായിരിക്കും. അത് നല്ലതാണെങ്കിൽ ആ നിമിഷം തന്നെ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കണം. കാരണം ഒന്നിന് സമയമില്ല, ഒരു ദിവസം പോലും കടാറില്ല. അപ്പൊ നമ്മളൊരു സ്ഥാപനം നടത്തുന്നു, ആ സ്ഥാപനത്തിൽ നിന്ന് സ്ഥിരമായി പണം ചോർന്നു പോയത്. ഇപ്പൊ KSRTC എന്താ, സ്ഥിരമായി പണം ചോരുമായിരുന്നു. ഈ ചോരുന്ന സ്ഥലത്ത് ആദ്യം ഓട്ടം അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് പതുക്കെ ആവട്ടെന്നല്ല, ഇന്ന സ്ഥലത്ത് പണം ചോരുന്നുണ്ടെന്ന് കണ്ടാൽ ആ നിമിഷം അതടയ്ക്കും. നമ്മൾ ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് ചെയ്തില്ലെങ്കിൽ അത് IAS വേണ്ടത് ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് ചെയ്യേണ്ട ജോലി, നമ്മുടെ ടീച്ചർമാർ പറയുന്ന അന്നന്ന് പഠിപ്പിക്കുന്ന പാഠം അന്നന്ന് മനഃപ്പാടമാണ്. അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അന്നന്നത്തെ ഹോംവർക്ക് അന്നന്ന് ചെയ്യണം. ഇപ്പൊ വെള്ളിയാഴ്ച വൈകിട്ട് ഹോംവർക്ക് എന്ന് ഇവിടെയാണ്.
ആ ഹോംവർക്കും കൊണ്ട് പോയിട്ട് ഞായറാഴ്ച വൈകിട്ട് ചെയ്യാമെന്ന് നിൽക്കരുത്. വെള്ളിയാഴ്ച വൈകിട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ട് പിന്നെ കളിച്ചു, പിന്നെ ആരും ചെല്ലും ചെയ്യില്ല. പല വിജയം കൈവരിക്കുന്ന നന്ദന പറയുമായിരിക്കും, ഞാൻ പല നല്ല വിജയം കൈവരിക്കുന്ന കുട്ടികളോട് നമ്മൾ സംസാരിച്ചാൽ അവർ പറയുന്നത് അന്നന്ന് ടീച്ചർ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, അന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഞങ്ങൾ കൃത്യമായി ഞാൻ ഒന്നുകൂടി വൈകിട്ട് പഠിച്ചുറപ്പിച്ചിട്ടേ പോകും. അന്ന് തന്നെ ഉറപ്പിച്ചാൽ ഒരു മാസം കഴിഞ്ഞ് ഉറപ്പിക്കാതെ ഞാൻ പണ്ട് വിചാരിച്ചിട്ട് ഉറക്കില്ല. അന്ന് തന്നെ ഉറപ്പിക്കണം. കാരണം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ ഒന്ന് പഠിച്ച് എടുത്ത് വായിച്ച് അതൊന്ന് ഉറപ്പിച്ചിട്ട് പോയാൽ നാളത്തേക്ക് വെക്കണം. നാളെ നടക്കില്ല. കാരണം അടുത്ത വെള്ളിയാഴ്ച ഇതൊന്നും എല്ലാം കൂടെ ചേർത്ത് ഈ ആഴ്ചത്തെ പഠിക്കാൻ വെച്ചാൽ നടക്കില്ല. അന്നൊന്ന് പഠിച്ചു പോയാൽ വലിയ ലോൺ ഉണ്ടാവില്ല. അന്ന് പഠിക്കുന്ന കാര്യം മനസ്സിൽ പതിയും. അത് പതിഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസം ടീച്ചറെ കണ്ട് ടീച്ചർ ഇതെനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കും. അതിനാണല്ലോ അധ്യാപകർ, അവർ പഠനം തരാൻ കഴിവുള്ളവരാണല്ലോ, അവർ പറഞ്ഞു. അപ്പൊ കുട്ടികൾ സംശയം ചോദിക്കുന്നത് തെറ്റല്ല, ചോദിക്കണം. എങ്ങനെ ചുമ്മാ സംശയം ചോദിക്കാൻ? ഇന്നലെ പഠിപ്പിച്ച പാഠം വീട്ടിൽ ചെന്ന് മുന്നോടി വൈകിട്ട് നോക്കിയപ്പോൾ അതിൽ ചില കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. ആ കാര്യം അടുത്ത ദിവസം തന്നെ മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്നവരുണ്ട്, പഠിക്കൂ 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 എന്ന് പറയും. പഠിക്കാനല്ല അറിയില്ല, പഠിക്കുന്നത് എങ്ങനെയെന്നാണ് ആദ്യം പഠിപ്പിക്കുന്നത്. ഹൗ ടു ലേൺ എന്നാണ് പഠിക്കേണ്ടത്. എല്ലാവരും പറയുന്നത് പഠിക്കൂ പഠിക്കൂ, വീട്ടിൽ ചെന്നാലും പറയും പോയിരുന്നു പഠിക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അതല്ല, എങ്ങനെയാണ് പഠിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഒരു 2 പേജ് നോട്ട് തന്നു. ഈ നോട്ടിലുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് എങ്ങനെ കയറ്റാം എന്നൊരു കുട്ടി മനസ്സിലാക്കിയാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ എവിടെയും തളരില്ല, എവിടെയും തകരില്ല. കാരണം നന്ദനെ സംബന്ധിച്ച് എന്തായിരിക്കും, LKG പഠിച്ച് 1ാം ക്ലാസ്സിലെത്തി 2ലെത്തി, അപ്പോൾ തന്നെ എങ്ങനെയാണ് പഠിച്ചെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി. ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിൽ വിജയിച്ച എല്ലാവരും അങ്ങനെയാണ്. എങ്ങനെയാണ് പഠിച്ചെടുക്കേണ്ടത്, ഹൗ ടു ലേൺ എന്നൊരു ഭാഗമുണ്ട്. ആ ഹൗ ടു ലേൺ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ച മനസ്സിൽ കയറ്റാം, എങ്ങനെ പഠിക്കാം, ഈ കാര്യങ്ങൾ എങ്ങനെ ഗ്രഹിക്കാം എന്ന് മാത്രം ഒരു കുട്ടി പഠിച്ചാൽ എന്ത് ഗ്രഹിക്കാം. പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് ലാംഗ്വേജാണ്. ഇംഗ്ലീഷ് ഒരു പൊതുഭാഷയോ നൽകുക, ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി അറിഞ്ഞിരിക്കും. എങ്കിൽ മാത്രമേ ലോകത്തിന്റെ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് തുറന്നിട്ട വാതിലാണ്, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അത് പോകണമെങ്കിൽ ഏത് കോഴ്സ് പോകണമെങ്കിലും എവിടെ പോകണമെങ്കിലും പഠിക്കണമെങ്കിലും ഒരു സഭാഗമ കൂടാതെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഞാൻ ഈ സ്കൂളിൽ മാനേജർ എന്ന നിലയിൽ ഞാൻ ലക്ഷ്യം കാണുന്നത് കുഞ്ഞുങ്ങളെ നന്നായി ഇംഗ്ലീഷ് ഭാഷ, മലയാളം ഭാഷ അത് പഠിപ്പിക്കണം. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, അത് പഠിക്കണം. അത് പറഞ്ഞു തരാതെ നമ്മുടെ ജന്മനാ നമ്മുടെ നാവിൻ മുമ്പിലുണ്ട്. ആ ഭാഷ പറയുന്ന അതേ വേഗത്തിൽ നമുക്ക് ഇംഗ്ലീഷും പറയാൻ കഴിയണം. ഇംഗ്ലീഷ് പഠിച്ചാൽ ഈ ലോകത്ത് എവിടെയും നമുക്ക് പോയി ജീവിക്കാം, ഏത് സാഹചര്യത്തിലും നമുക്ക് നേരിടാം, എന്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ശ്രദ്ധയോടെ ഞാൻ നന്ദി കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത്, വളരെ കേരളത്തിൽ വളരെ സീനിയറായിട്ടുള്ള MLA ആണ് ഞാൻ. മന്ത്രിയായി എനിക്ക് പരിചയ സമ്പത്തുണ്ട്. ഞാൻ ഒരുപാട് IAS ഉദ്യോഗസ്ഥർ പ്രഗത്ഭന്മാരായ ഒരുപാടൊപ്പം ഞാൻ അവരോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. അവര് വളരെ നല്ല പ്രവർത്തനങ്ങൾ ഞാൻ വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നന്ദനോട് ഞാൻ പറയുന്നു, ആരുടെ പ്രശ്നമാകട്ടെ നമ്മുടെ മുമ്പിൽ എത്തുന്ന ഒരു ഫയൽ. ഇനി കേരളത്തിൽ നിയമനം കിട്ടിയാലും കേരളത്തിന് പുറത്ത് നിയമനം കിട്ടിയാലും കേരളത്തിൽ നിയമനം കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല 2ാം റാങ്കാണ് കേരളത്തിൽ. തീർച്ചയായിട്ടും 47 കേരളത്തിൽ ധാരാളം വേക്കൻസി ഉണ്ട്. റിട്ടയർമെന്റ് ഒരുപാട് പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥരുടെ റിട്ടയർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പണ്ട് ഈ അടുത്ത കാലത്ത് കണ്ടൊരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ പല IAS ഉദ്യോഗസ്ഥരും പുതുതായി വരുന്നത്. അവരെ പരിപാടി എന്താ, മൊബൈൽ ചെവിയിൽ എന്റെ ഒരു സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ഒരാളെ പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ആ സ്ഥാപനം നശിച്ചു കിടക്കുകയാണ്, ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്. എന്ത് പറഞ്ഞാലും പുള്ളി സാർ സാർ സാർ. പിന്നെ ഞാൻ കാണുന്ന കാഴ്ച, പുള്ളി വരാന്തേ കൂടെ 2 ഇയർഫോൺ ശരിക്കാത്ത കുട്ടി കയറിയിട്ട് വേറെ പറയാൻ അങ്ങോട്ട് ഒരു കാര്യം ചെയ്തു. അവിടെ കോടിക്കണക്കിന് രൂപയുടെ ആൾക്കാർ വാടക കൊടുക്കാനുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ പൈസ ആളുകൾ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാത്തത്. ഒരു നോട്ടീസ് അയക്കാൻ പറഞ്ഞാൽ സാർ അങ്ങനെ കാര്യം. പാട്ട് കേൾക്കുന്നതാണ് പ്രധാന കാര്യം. അതിനിടയ്ക്ക് ഈ പാട്ട് കേട്ടിങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ഒത്താരം എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത്. ഒരു IAS ഉദ്യോഗസ്ഥരായി മാറുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ഒരു അധികാര പദവിയിലാണ്, നിങ്ങൾക്ക് കമാൻഡിങ് പവർ. നിങ്ങൾ പറഞ്ഞാൽ നടക്കും, അങ്ങനെ ചെയ്യും. എന്തുകൊണ്ട് ആലോചിക്കുക, ഉറപ്പിക്കുക. ഇത് ശരിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യൂ എന്ന് കീഴുദ്യോഗസ്ഥരോട് പറയാൻ കഴിയണം. അല്ലാതെ ഈ പഞ്ചായത്തിന് അധികാരം കൈമാറി, പഞ്ചായത്ത് മെമ്പർമാർ 2 പേരുണ്ട്. കേരളത്തിന്റെ നിയമം അനുസരിച്ച്, പഞ്ചായത്ത് ആക്ട് അനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റാണ് അധികാരം. പഞ്ചായത്ത് സെക്രട്ടറി ഈ പ്രസിഡന്റിനെ സഹായിക്കാൻ നിയമിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. പക്ഷേ ഇവരുടെയൊക്കെ കുഴപ്പമെന്നറിയാം, ആദ്യം ചെല്ലുമ്പോൾ സെക്രട്ടറി ചെന്ന് സാറേ ഇതൊന്നും ചെയ്താ സാറേ എന്ന് ചോദിക്കുന്നവരല്ലേ. അപ്പൊ അയാളെ തലയിൽ ഒരു പഞ്ചായത്ത് മെമ്പറിന് സെക്രട്ടറിക്കാരൻ വരെയുണ്ട്. പഞ്ചായത്ത് മെമ്പർ ജനാധിപത്യമാണത്. അവിടെ ചെല്ലുമ്പോൾ സാർ ഇതൊന്ന് നടത്തണമല്ലോ, എങ്ങനെ ചെയ്താൽ നടട്ടെ എന്നാണ്. അല്ല സാറേ ഇതൊന്നും ചെയ്യാൻ പറ്റുമോ സാറേ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും സാർ പറ്റുമെന്ന് പറഞ്ഞിട്ട് പറയും. ഈ വർഷങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു സെക്രട്ടറി ശരി മെമ്പർ ഇത് നമുക്ക് ചെയ്യാം എന്ന് പറയാറില്ല. കാരണം അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന് അങ്ങനെ ഒരു തടസ്സമുണ്ട്, ഇങ്ങനെ തടസ്സമുണ്ട് ഇത് പറയും. ഡെമോക്രസിയിൽ ഉദ്യോഗസ്ഥരോട്
ജനാധിപത്യത്തിൽ ജയിച്ചു വരുന്നവർ ഇന്ന ബോധ്യത്തോടെ എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞാൽ നടത്താൻ പറ്റുന്നത്. പാട് നടത്താൻ പറഞ്ഞാൽ അവർ ചെയ്യത്തൂല്ല, ചെയ്യുകയും ചെയ്യും. ഏതെങ്കിലും ഒരു മന്ത്രിയോ ഉദ്യോഗസ്ഥരോ മേലുദ്യോഗസ്ഥരോ എന്തെങ്കിലും കുഴപ്പം കാണിക്കാൻ പറഞ്ഞാൽ ചെയ്യരുത്. അത് നിങ്ങളുടെ തടി കേടാക്കിയിട്ടൊന്നും ചെയ്യാൻ പാടില്ല. നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ, നിയമപരമായ സാധ്യതയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നന്ദന ചെയ്തു കൊടുക്കണം, ചെയ്യണം. എത്ര ചെയ്യാവുന്ന കാര്യം ഇന്ന് ചെയ്യണം, നാളത്തേക്ക് വയ്ക്കരുത്. ഞാനതാണ് ശ്രീ ഡോക്ടർ വേണുവിന്റെ കാര്യം പറഞ്ഞത്. അദ്ദേഹം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നാളെ രാവിലെ നിങ്ങൾ ഓഫീസിൽ നിന്നോളൂ, ഉച്ചവരെ ഞാൻ കാണില്ല, ഒരു 12 മണി കഴിയുമ്പോൾ വന്നോളൂ, അന്ന് ശരിയായി കൊടുക്കും. അതാ മനുഷ്യന്റെ ഒരു മനുഷ്യത്വമാണ്. മനുഷ്യത്വം നമുക്ക് വേണം എല്ലാ പേർക്കും. മനുഷ്യന്റെ ഒരു സ്നേഹവും ദയയും കരുണയുമുള്ള കണ്ണിലൂടെ നമ്മൾ ലോകത്തെ കാണുന്നു. നമ്മൾ വലിയ ഉദ്യോഗത്തിലെത്തുമ്പോൾ ഏറ്റവും പ്രത്യേകിച്ച് സാരത്തെ ഒരു ഉദ്യോഗത്തിൽ ചെയ്യുന്നവരല്ല, നമ്മുടെ അധ്യാപകർ കുഞ്ഞുങ്ങളെ കാണുന്നത്. എന്താണ് ഈ അധ്യാപകരെല്ലാം കുഞ്ഞുങ്ങളെ എങ്ങനെയാണെന്ന് സ്വന്തം മക്കളെ പോലെയാണ്. നാമി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ വരിക്കുന്ന ഓരോരുത്തരുടെയും ദുഃഖം എന്റെ കൂടിയാണ് എന്ന് ഒരു ഉദ്യോഗസ്ഥ എന്നതിൽ നന്ദനയ്ക്ക് കാണാൻ കഴിയും. പിന്നെ സത്യസന്ധമായി ജീവിക്കുക, ആരെയും ഭയപ്പെടേണ്ടതില്ല, ആരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ ഈ ഷൈൻ ചെയ്യാൻ വേണ്ടി ചിലരൊക്കെ പല കാര്യം കാണിക്കണം. IAS ഇറക്കപ്പെട്ടിങ്ങനെ പല കാര്യം ഒന്നും പറയുന്നില്ല, കറണ്ട് പറയുന്നില്ല. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ താൽക്കാലിക സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഷൈൻ ചെയ്യാന്നുള്ളതല്ല. സ്ഥായിയായി നിങ്ങൾക്കൊരു നല്ല പേര് വേണം. എല്ലായിടത്തും സത്യസന്ധയും എല്ലായിടത്തും മികച്ച എഫിഷ്യൻസിയുള്ള വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന, എല്ലാം പഠിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു IAS കാരിയായി നന്ദന വരാമെങ്കിൽ ഇന്ത്യയിൽ എവിടെ പോയാലും നന്ദന പേരെടുത്തില്ല. അല്ലാതെ പേപ്പറിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാചകങ്ങളൊക്കെ അടിച്ചു. നമ്മുടെ നാട്ടില് ഈ കളക്ടർമാരൊന്ന് ചാർജ് ചെയ്തു. കളക്ടർ ഒന്ന് ചാർജ് ചെയ്തത് ഈ കളക്ടറേറ്റിൽ ഒരു PRD വിഭാഗമുണ്ട്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. അവരെ ജോലി ഈ വന്ന കളക്ടറെ പൊക്കി അടിക്കണം. ഈ വന്ന കളക്ടർ 6 കൊമ്പും 3 തുമ്പിക്കയും 10,000 കൈയുമുള്ള ഒരു സാധനമാണ് എന്ന് നമ്മളെ അങ്ങ് ബോധ്യപ്പെടുത്തും. പത്രങ്ങളിൽ കൂടെ ആദ്യത്തെ ഒരാഴ്ച. പിന്നെ അതാ നടക്കുന്ന. പിന്നെ ഇയാളെ കൊണ്ട് നമ്മൾ പൊറുതി വിട്ടു. ഈ 6 കൊമ്പും 3 തുമ്പിക്കയും 1000 കൈയുമുള്ള ഈ മഹാനെ കൊണ്ട് നമ്മൾ പൊറുതി വിട്ടു. ഒരു ഫയലും നീങ്ങില്ല, ഒരു ജോലിയും ചെയ്യില്ല, ഒരു പ്രശ്നത്തിൽ ഇടപെടില്ല. അപ്പൊ IAS വെച്ച് ജനങ്ങളുമായിട്ട് ഏറ്റവും ഇടപെടാൻ കിട്ടുന്ന അവസരം കളക്ടറെ പദവിയാ. ആ പദവി എത്തുമ്പോൾ ആദ്യത്തെ ദിവസം ഈ PRD കൊണ്ട് കളക്ടർ വന്ന് ചാർജ് കൊണ്ട് ഇദ്ദേഹം പണ്ട് കഞ്ഞിവെള്ളം കുടിച്ച് കിടന്ന ആളാണ്, ഇദ്ദേഹം മഹാനാണ്, ഇദ്ദേഹം എല്ലാ ദിവസം രാത്രി കഞ്ഞിയാണ് കുടിക്കുന്നത്, വേറെ ആരും കഞ്ഞി കുടിക്കാത്ത പോലെ. ഇതെല്ലാം ഈ നിസ്സാര കാര്യങ്ങളെല്ലാം പത്രത്തിൽ കൂടെ പ്രചരിപ്പിച്ച് ഇയാൾ ഭയങ്കരനാണ്. അങ്ങനെയൊക്കെ ഒരു കളക്ടർ ബ്രോ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ആളായി PRD. ഈ കൂടെ ഇരിക്കുന്നവരാണ് ബ്രോ ഒക്കെ ആക്കുന്നത്. കളക്ടർ ബ്രോയല്ല, നമ്മൾ ബഹുമാനിക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ബ്രോ നമ്മളെ അഴിന മച്ചമ്പിയൊന്നുമല്ല തോളിക്കൈയിടാൻ. IAS കാരനാണ്, പദവിയുള്ള ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തോടെ ബഹുമാനവും മാന്യതയും നമ്മളെ കൊടുക്കുന്നല്ല. ബ്രോ തോളിക്കിടാൻ പറ്റും, കളക്ടർ ബ്രോ ആകുമ്പോൾ തോളിക്കിടാൻ പറ്റും? അത് പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ നന്ദനോട് ഒരു ഉപദേശമായിട്ട് പറയാണ്, മികച്ച